ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് തിരികെയാണ്. ഞാനാണ് കൂൾമമ്മ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഞാനിന്ന് രാവിലെ എഴുന്നേറ്റു. അറിയാതെ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ മാത്രം ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇതാണ് എന്റെ ഇച്ചുമുള്ളി ഫാൻസ്. രാവിലെ തൗഫീഖ് ബീഡിയായിട്ട് ജിമ്മിൽ കുറച്ച് വർക്കൗട്ട്. ഇതാണ് ഞങ്ങൾ റിബി എഡിസൺ ആശാന്റെ നോക്കൌട്ട് ജിം. ഇത് ഞങ്ങൾ ആശാനെ പോലെ തന്നെ വളവുള്ള ആശാന്റെ വണ്ടി. വണ്ടർല വ്ളോഗിന് ശേഷം ആശാൻ എന്നെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുക്കും. വീഡിയോയുടെ ദേഷ്യം ആശാൻ എന്റെ അടുത്ത് തീർത്തപ്പോൾ എന്റെ ദേഷ്യം ഞാൻ ആശാന്റെ വണ്ടി തീർത്തു. ഞാൻ ഈ വണ്ടി കുത്തി പാച്ചാക്കി. പുട്ടൂറ്റി പോലത്തെ ഈ ക്യാമറ വെച്ചിട്ടും ആശാൻ എന്നെ പൊക്കി. കാരണം ആശാന് മസിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിന്റെ അകത്ത് കയറി ഡ്രസ്സ് മാറാൻ പോയി. തൗഫീഖ് ബീഡി ഡ്രസ്സ് മാറുന്ന കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൻ എന്നെ അടുപ്പിച്ച്. നമുക്ക് ഇല്ലയുടെ ആഗ്രഹങ്ങൾ. ഏത് ജിമ്മിന്റെ അകത്ത് കയറിയ ഉടനെ ഓടി വരും താളം നിഹാൽ. ഈ മുസ്ലിം ലീഗിന്റെ കൊടിയണക്കത്തെ പച്ചയും ഇട്ടുകൊണ്ട് വരുന്നതാണ് താളം നിഹാൽ. കയ്യിലൊരു ഗ്ലൗസും കാലിലൊരു ഷൂവും 3 മാസം ഗർഭിണിയായ വയറുമായിട്ട് വരും. വന്ന വർക്കൗട്ട് ചെയ്യോ ഇല്ല, താളം മാത്രം. ബാക്ക് എഞ്ചിലെ മസിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ടീഷർട്ടും പൊക്കി വെച്ച് ഈ ആറ്റിറ്റ്യൂഡ് നടന്നു വന്നതാണ് ഞങ്ങൾ ആശാൻ. അങ്ങനെ ആശാനെ പറ്റിച്ച് ഞാനും തൗഫീഖ് ബീഡിയും കൂടെ 2-4 വർക്കൗട്ട് ചെയ്യും. 5 കിലോയുടെ വെയിറ്റ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നെങ്കിലും 25 കിലോയുടെ എക്സ്പ്രഷൻ ആണ് ഞാൻ. ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ടാലേ ആശാൻ ഞങ്ങൾ നേരത്തെ വീട്ടിൽ വിടും, ഇല്ലെങ്കിൽ വീണ്ടും പണിയെടുപ്പിക്കും. ഈ വവ്വാല് ലൈംഗമ്യം തൂങ്ങി പിടിച്ചെടുക്കുന്ന കണക്ക് തൂങ്ങുന്നതാണ് എന്റെ കൂട്ടുകാരൻ തൗഫീഖ് ബീഡി തൗഫീഖ്. അതുകഴിഞ്ഞ് ഞാൻ നേരെ എന്റെ രണ്ടാമത്തെ പെങ്ങളെ കാണാം. എന്റെ പെങ്ങളാ സാറേ, എന്റെ പെങ്ങളെ. കൂൾമമ്മദ് ഒരു നീലക്കുയിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ മുഖത്ത് കർട്ടനിട്ട് നിൽക്കുക. അയൽക്കാർ തെറ്റിപ്പിരിഞ്ഞു പോയ 2 എക്സ്ക്ലൂസീവ് കഥയുണ്ടെന്നും പറഞ്ഞാണ് ഇവളെന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറന്നു വന്നത്, അല്ലാതെ ഇവളെടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. പണ്ടേ തോന്നിവാസ കഥകൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. തോന്നിവാസ കഥ കേൾക്കാനുള്ള ത്വര കൊണ്ട് എന്റെ ഇത്താടെ മൂട്ടി പോയിരിക്കുകയാണ് ഇവൻ തൗഫീഖ് ബീഡി. അതൊക്കെ കഴിഞ്ഞ് ഞാനും എന്റെ കൂട്ടുകാരൻ തൗഫീഖിസും കൂടെ ചേർന്ന് ഒരു പടം കാണാൻ പോയി. അതിരടി. അങ്ങനെ ലിഫ്റ്റ് കയറിയപ്പോൾ തൗഫീഖിസുന്റെ കൂട്ടുകാരൻ തൻസീൽ. മുഖത്ത് നല്ല ലക്ഷണം, മനസ്സിൽ കള്ള ലക്ഷണം. അങ്ങനെ തിയേറ്റർ എത്തിയ ഉടനെ എന്റെ കൂട്ടുകാരൻ തൗഫീഖിസ് ഓടി. എന്തിനാ? പടം കാണാനല്ല, അവന് കോഫി കൂച്ചാൻ. ഒരു പടം കാണാൻ പോയ 1500 ചെലവ്. ഇവനുമായിട്ട് പോയാൽ തിന്നാൻ തീറ്റി മൊത്തം മേടിക്കും. ഇവൻ തിന്നാൻ വേണ്ടിയാണോ തിയേറ്ററിൽ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നമ്മൾ പടം കണ്ടു ഗൈസ്, ഒരു രക്ഷയിൽ സൂപ്പർ പടം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ.